ഈ വേനൽ കടുത്തതോടെ ജലജന്യ രോഗങ്ങളും വർദ്ധിക്കുകയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അനധികൃത ശീതളപാനീയങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ചൂട് കൂടിയതോടെ വയറിളക്കം, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ വ്യാപകമാകുന്നു. മാർച്ചിൽ മാത്രം സംസ്ഥാനത്ത് 68 പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടെ 367 പേർ ചികിത്സ തേടി. 3 മാസത്തിനിടെ 248 മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജനുവരി മുതൽ മാർച്ച് വരെ 1,80,003 പേർ വയറിളക്ക അസുഖങ്ങളോടെ ആശുപത്രികളിൽ എത്തിയെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന കണക്കുകൾ. വേനലിന് കാഠിന്യം കൂടിയതോടെ വഴിയോരങ്ങളിൽ ശീതളപാനീയ കച്ചവടം വ്യാപകമാണ്. ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസാണ് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. ഈ പുറമേന്ന് കുടിക്കാൻ നിങ്ങൾ ഫോഴ്സ്ഡ് ആവുകയാണെങ്കിൽ കഴിയുന്നതും നമ്മൾ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കടകളിൽ നിന്നുമുള്ള സർബത്ത്, ജ്യൂസ് എന്നിവ ഒഴിവാക്കുന്നതാവും നല്ലത്. തിളപ്പിച്ച വെള്ളത്തിലുണ്ടാക്കിയ ചായയോ കോഫിയോ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മറ്റത് കൂടുതലും ഈ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള അസുഖങ്ങൾ കാണാൻ വളരെ സാധ്യത കൂടുതലാണ്. അനധികൃത ശീതളപാനീയങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി കെ ശൈലജ ടീച്ചർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകി. സഫീറ മഠത്തിലകത്ത്, മീഡിയ 1, കോഴിക്കോട്.